ഹായ് ഫ്രണ്ട്സ്, ലേണിംഗ് ഹാളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഒരുപാട് കാര്യങ്ങളാണ്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. കേരളം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പറയും ചെറിയൊരു സംസ്ഥാനമാണെങ്കിൽ പോലും നമ്മുടെ കേരളം പല കാര്യങ്ങളിലും മുമ്പോട്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം. കേരള സംസ്ഥാനം രൂപീകരിക്കുന്നത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം രൂപീകരിക്കുമ്പോൾ 5 ജില്ലകൾ നിലനിന്നിരുന്നു. അത് പഠിക്കാനുള്ള കോഡാണ് T² K² M. T² എന്ന് പറഞ്ഞാൽ തൃശ്ശൂരും തിരുവനന്തപുരവും, K² കൊല്ലം കോട്ടയം, M മലബാർ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരം. തീരദേശ ദൈർഘ്യം 580 കിലോമീറ്റർ ആണ്. തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ. ഇതെപ്പോഴും തിരിഞ്ഞു പോകുന്നതാണ്. ഈ 580 560. തീരദേശ ദൈർഘ്യം 580, തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്ററും. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിപ്പത്തിന്റെ സ്ഥാനത്ത് കേരളത്തിന് 22ാമത്തെ സ്ഥാനവും, ജനസംഖ്യയുടെ കാര്യത്തിൽ 13ാമത്തെ സ്ഥാനവും, ജനസാന്ദ്രതയുടെ കാര്യത്തിൽ 3ാം സ്ഥാനവുമാണുള്ളത്. ഇപ്പം വലിപ്പം 22, ജനസംഖ്യയിൽ 13ാം സ്ഥാനം, ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനം. കേരളം ഇന്ത്യൻ യൂണിയന്റെ 1.18%. കേരളത്തിൽ ആകെ നദികൾ 44, ആകെ കായലുകൾ 34 കേരളത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപം ഏതാണ്? മോഹിനിയാട്ടം. മോഹിനിയാട്ടം. കേരളത്തിൽ ആകെ താലൂക്കുകളുടെ എണ്ണം 77. ഗ്രാമപഞ്ചായത്തുകൾ 941, ബ്ലോക്ക് പഞ്ചായത്ത് 152, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് 14, മുനിസിപ്പാലിറ്റി 87, കോർപ്പറേഷൻ 6, റവന്യൂ ഡിവിഷൻ 27, റവന്യൂ വില്ലേജ് 1674, കണ്ടോൺമെന്റ് 1. ആ ഒരു കണ്ടോൺമെന്റ് എവിടെയാണ്? കണ്ണൂര്. അസംബ്ലി മണ്ഡലം 140 + 1 ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി. ലോക്സഭാ സീറ്റ് 20, രാജ്യസഭാ സീറ്റ് 9, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1200 ഉള്ളത്. ഇനിയും കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്ന. അതിന്റെ സയന്റിഫിക് നെയിം ആണ് എന്ത്? കാസിയ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണ്? തെങ്ങ്. കൊക്കോസ് ന്യൂസിഫറ. കൊക്കോസ് ന്യൂസിഫറ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ, ബ്യൂസിറസ് ബൈകോർണസ്. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ആന, എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ്. മത്സ്യം കരിമീൻ, എട്രോപ്ലസ് സുറാറ്റൻസിസ്. ഔദ്യോഗിക പാനീയമാണ് കരിക്കിൻ വെള്ളം. ദേശീയോത്സവം വള്ളംകളി. ഔദ്യോഗിക ഫലം ചക്ക. ചക്കയുടെ സയന്റിഫിക് നെയിം ആണ് ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. പിന്നെ അതുപോലെ തന്നെ ഔദ്യോഗിക ചിത്രശലഭമാണ് ബുദ്ധമയൂരി. കേരളത്തിന്റെ കിഴക്ക് പശ്ചിമഘട്ടവും, പടിഞ്ഞാറ് അറബിക്കടലും, വടക്ക് കിഴക്ക് കർണാടകവും, തെക്ക് കിഴക്ക് തമിഴ്നാടുമാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വടക്കേ അറ്റത്തെ ജില്ലയാണ് കാസർഗോഡ്. വടക്കേ അറ്റത്തെ ജില്ല കാസർഗോഡ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തെ ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ ജില്ലയാണ് മലപ്പുറം. കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂര്. ഏറ്റവും കുറവ് കടൽ തീരമുള്ള ജില്ല കൊല്ലം.
സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂര്. സ്ത്രീ പുരുഷ അനുപാതം കൂടിയ ജില്ല കണ്ണൂര്. കുറഞ്ഞ ജില്ല ഇടുക്കി. ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരം. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കി. സാക്ഷരത കൂടിയ ജില്ല പത്തനംതിട്ട. സാക്ഷരത കുറഞ്ഞ ജില്ല പാലക്കാട്. എസ് സി പോപ്പുലേഷൻ ഏറ്റവും കൂടിയ ജില്ല പാലക്കാട്. എസ് സി പോപ്പുലേഷൻ കുറഞ്ഞ ജില്ല വയനാട്. എസ് ടി പോപ്പുലേഷൻ ഏറ്റവും കൂടിയ ജില്ല വയനാട്. എസ് ടി പോപ്പുലേഷൻ കുറഞ്ഞ ജില്ല ആലപ്പുഴ. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂരാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനം എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ജില്ല തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസ് ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ജില്ലയാണ് മലപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജൈന മതം ഫോളോ ചെയ്യുന്നവരുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ വയനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജ്യൂസ് ഉള്ള ജില്ല എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള ജില്ല ഇടുക്കി. ഏറ്റവും കുറവ് വനങ്ങൾ ആലപ്പുഴ. ആലപ്പുഴയിലെ ഏക വനമാണ് ഏത്? വീയപുരം. ഏറ്റവും കൂടുതൽ റിസർവ് ഫോറസ്റ്റുകൾ ഉള്ളത് പത്തനംതിട്ട. വ്യവസായവൽക്കരിച്ച അല്ലെങ്കിൽ വ്യവസായവൽക്കരണം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ എറണാകുളം. രണ്ടാമത് സെക്കൻഡ് പൊസിഷനിലുള്ളതാണ് പാലക്കാട്. കേരളത്തിൽ ഏറ്റവും റവന്യൂ വില്ലേജുകളുള്ള ജില്ല പാലക്കാട്. ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകൾ വയനാട്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ളത് മലപ്പുറം. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകൾ വയനാട്. ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ തൃശൂർ. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാട്. ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി എറണാകുളം. ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റി ഇടുക്കി. ഇവിടെ നോക്കിയാൽ മതി, മൂന്നെണ്ണം അടുപ്പിച്ച് വയനാട്. പഠിക്കാൻ എളുപ്പമുണ്ട്. റവന്യൂ വില്ലേജും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും, ഇത് മൂന്നും കുറവ് എവിടാണ്? വയനാട്. അപ്പൊ ഇത് പഠിക്കാനായിട്ട് എളുപ്പമുണ്ട്. മൂന്നും എന്താണ്? വയനാടാണ്. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി ഏറ്റവും കുറവ് ഇടുക്കിയുമാണ്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ താലൂക്ക് നെയ്യാറ്റിൻകര. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ അസംബ്ലി മണ്ഡലം പാറശാല. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ലോക്സഭ മണ്ഡലം കാസർഗോഡ്. തെക്കേ അറ്റത്തെ തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് മഞ്ചേശ്വരം. തെക്കേ അറ്റത്തെ ഗ്രാമപഞ്ചായത്ത് പാറശാല. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ ഗ്രാമം തലപ്പാടി. തെക്കേ അറ്റത്തെ ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലാകെ 5 ദേശീയോദ്യാനങ്ങളാണുള്ളത്. പക്ഷേ കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് 6 PSCയുടെ ആൻസർ കീ അനുസരിച്ച് 5 ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്. അതിൽ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഇരവികുളം. ഇരവികുളം ദേശീയോദ്യാനം. ഏറ്റവും ചെറുത് ചോദിച്ചാൽ പാമ്പാടും ചോല. ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട. ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണെന്ന് ചോദിച്ചാൽ മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. എന്നാൽ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശം അഥവാ സമുദ്രനിരപ്പിൽ നിന്ന് താഴ്ന്നു കിടക്കുന്ന പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ കുട്ടനാട്. ആദ്യ ബാലസൗഹൃദ ജില്ല, കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ജില്ല ഇടുക്കി.
എന്നാൽ ആദ്യ ശിശു സൗഹൃദ ജില്ലയാണ് എറണാകുളം. ഇന്നിപ്പം ഇത്തരം കാര്യങ്ങൾ കൊണ്ട് നിർത്തിയാണ്. ഇനിയുമുണ്ട് ഒരുപാട് കേരളത്തെക്കുറിച്ച് പഠിക്കാൻ. ഞാൻ പറഞ്ഞു ചെറിയ സംസ്ഥാനമെങ്കിലും പല കാര്യങ്ങളിലും നമ്മൾ മുമ്പിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അപ്പം ഇന്നത്തെ ക്ലാസ് തൽക്കാലം നിർത്തുന്നു. ഇതിൻ്റെ ബാക്കിയായിട്ട് അടുത്തൊരു ഭാഗമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഓക്കെ, അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.